ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓണർ ബൈ ഉർവശി ഭൂട്ടാലിയ. നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വർക്കിനൊരു മേജറായിട്ടുള്ള പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തൊരു ഇൻട്രൊഡക്ഷൻ പറയും. അത് കഴിയുമ്പം ഓഥറായിട്ടുള്ള ഉർവശി ഭൂട്ടാലിയനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കാം. അത് കഴിയുമ്പം സമ്മറിയും അനാലിസിസും ചെയ്തിട്ട് ലാസ്റ്റ് തീംസ് നോക്കാം. സോ കമ്മിങ് ടു ദ വർക്ക്, ഇത് 5th ചാപ്റ്ററാണ്. ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്നുള്ള ബുക്കിൽ ആ ബുക്കിൻ്റെ കവർ പേജാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതിൻ്റെ 1998 ഇത് പബ്ലിഷ് ആവുന്നത്. ഇതെന്ന് പറയുന്നത് 70 പാർട്ടീഷൻ സർവൈവേഴ്സിനോട് ചെയ്ത ഇൻ്റർവ്യൂസിൻ്റെ ഒരു എസൻസ് ആണ് ഈ ബുക്ക്. ഇറ്റ് ഹാസ് ഓൾസോ വൺ ദ ഓറൽ ഹിസ്റ്ററി ബുക്ക് അസോസിയേറ്റ് അവാർഡ് ആൻഡ് നെക്കി ഏഷ്യ പ്രൈസ് ഫോർ കൾച്ചർ. നെക്സ്റ്റ് നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. ഓഥർ ഉർവശി ഭൂട്ടാലിയ. അവരുടെ പിക്ചർ നമുക്ക് ഇപ്പുറത്ത് കാണാം. ഷീ ഈസ് എൻ ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്റർ, പബ്ലിഷർ ആൻഡ് ആക്ടിവിസ്റ്റ്. ഷീ ഹാസ് co-founded കാളി ഫോർ വുമൺ, ഇന്ത്യാസ് ഫസ്റ്റ് ഫെമിനിസ്റ്റ് പബ്ലിഷിംഗ് ഹൗസ് ആണത്. ഷീ ഹാസ് ഓൾസോ ഫൗണ്ടഡ് സുബാൻ ബുക്സ്. ഇറ്റ്സ് എൻ ഇംപ്രിൻറ്റ് ഓഫ് കാളി ഫോർ വുമൺ. ഇനി ഇവരുടെ മേജറായിട്ടുള്ള വർക്ക്സ് നോക്കുമ്പോഴത്തേന് ഇൻ അതർ വേർഡ്സ്, വുമൺ ആൻഡ് ദ ഹിന്ദു റൈറ്റ്, ദ അതർ സൈഡ് ഓഫ് സൈലൻസ്, സ്പീക്കിംഗ് പീസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. വേറെ ഇഷ്ടംപോലെ വർക്ക്സ് ഉണ്ട്. ഇനി അവാർഡ്സിലോട്ട് വരുമ്പോഴത്തേന് പത്മശ്രീ ആൻഡ് ഗോത്തെ മെഡൽ റിസീവ് ചെയ്തിട്ടുണ്ട് ഇവർ. നെക്സ്റ്റ് നമ്മൾ സമ്മറിയിലോട്ട് വരികയാണ്. സോ സ്റ്റാർട്ടിങ് പാർട്ടീഷൻ്റെ ടൈമിൽ ഒരുപാട് അട്രോസിറ്റീസ് നടന്നിട്ടുണ്ട്, ഒരുപാട് വയലൻസ് നടന്നിട്ടുണ്ട്. ഈവൻ വുമണിനോട് ചെയ്തിരിക്കുന്ന അട്രോസിറ്റീസ് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അബ്ഡക്റ്റ് ആവുകയും വയലൻസ് അനുഭവിക്കുകയും എസ്പെഷ്യലി അബ്ഡക്റ്റ് ആയ വുമണിനെ തിരിച്ച് റിക്കവർ ചെയ്ത് അവരുടെ റെസ്പെക്റ്റീവ് കൺട്രീസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങനൊരു എഫേർട്ട് ആ ഒരു ടൈമിൽ നടന്നിരുന്നു. അതാത് കൺട്രീസ് അങ്ങനൊരു ഇതെടുത്തിരുന്നു. അത് ചെയ്തിരുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരിതിനെ ഒരു നാഷണലിസ്റ്റിക് ഐഡിയലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. ഒരു വുമൺ എന്ന് പറയുന്നത് നമ്മുടെ മദർ ഇന്ത്യനെ പോലെയാണെന്നും അതുകൊണ്ട് തന്നെ വിമണിൻ്റെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നും അവർക്കൊരു രീതിയിലുള്ള ഡിസോണറും സംഭവിക്കരുത്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് അത്തരം ആ ഒരു കാര്യത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു നാഷണലിസ്റ്റിക് സിംബോളിസം വുമണിൻ്റെ ബോഡീസിനെ മദർ ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്തതോടുകൂടി ഒരുപാട് തരം പ്രൊപ്പഗാൻഡാസ് വരാൻ തുടങ്ങി. ഒരു നറേറ്റീവ് തന്നെ ഡിഫറെൻ്റ് ആവാൻ തുടങ്ങി. പാകിസ്ഥാനെ ഒരു അൺസിവിലൈസ്ഡ് കൺട്രി ആണെന്നും ഇന്ത്യനെ ഒരു സിവിലൈസ്ഡ് കൺട്രി ആണെന്നും പൊട്രേ ചെയ്യുന്ന രീതിയിലുള്ള നാഷണലിസ്റ്റിക് ആയിട്ടുള്ള നറേറ്റീവ്സ് എമേർജ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ വുമണിനോട് ചെയ്യുന്ന വയലൻസ് മദർ ഇന്ത്യയുടെ ഫിഗറിൽ തന്നെ ചെയ്യുന്ന വയലൻസ് ആണെന്നുള്ള ഒരു സിംബോളിസം കൂടെ ഡെവലപ്പായി. അതുകൊണ്ട് തന്നെ ഈ വുമണിനെ റിക്കവർ ചെയ്ത് തിരിച്ച് അവരുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒരു മോറലും നാഷണൽ ഡ്യൂട്ടിയായി മാറി. ബിക്കോസ് നേഷൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി അവിടുത്തെ വുമണിൻ്റെ ഓണർ അങ്ങനെ ഒരു നറേറ്റീവ് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു റിക്കവറി ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്. ആ റിക്കവറിയിലൂടെ അവരവരുടെ ഒരു ലോസ്റ്റ് പ്യൂരിറ്റിയും ഒരു മോറൽ ഓർഡറിനെയൊക്കെ റിസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊരു നാഷണലിസ്റ്റിക് അജണ്ട വന്നു. അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണൽ പ്രൊപ്പഗൻഡ ഈ ഒരു ടൈമിൽ വന്നിരുന്നു. അതേപോലെ നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യയുടെ നറേറ്റീവ്സ്, പാകിസ്ഥാൻ ഒരു അൺസിവിലൈസ്ഡ് നേഷനാണെന്നും വളരെ വയലൻ്റ് ആയിട്ടുള്ള നേഷനാണെന്നും ഇന്ത്യ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള നല്ല കൺട്രി ആണെന്നും നമ്മുടെ കൺട്രിയിൽ തന്നെ അങ്ങനൊരു നോഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ വിമണിൻ്റെ ഓണർ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ളൊരു അങ്ങനൊരു തോട്ട് പ്രോസസ്സ്, ഒരു നാഷണലിസം വഴി അങ്ങനൊരു തോട്ട് പ്രോസസ്സ്, ഒരു നാഷണലിസ്റ്റിക് അജണ്ട തന്നെ വന്നു തുടങ്ങി. ആ ഒരു ഫീൽ ഓഫ് എ നേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എസ്പെഷ്യലി മദർ ഇന്ത്യയുടെ ഇമേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കിന് ട്രഡീഷൻ ഓഫ് മാർട്ടിയർഡത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇവർക്ക് വയലൻസ് എനിമീസിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനീസിൽ നിന്നോ അങ്ങനെ വേറൊരു ആൾക്കാരിൽ നിന്ന് മാത്രമല്ല ഈ വുമൺ വയലൻസ് അനുഭവിച്ചത്. ഈവൻ സ്വന്തം വീട്ടിലെ ആൾക്കാർ, ഈവൻ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, സ്വന്തം രാജ്യത്തെ ആൾക്കാർ പോലും ഇവർക്കൊരു ഡിസോണർ സംഭവിക്കരുത്, ഭാവിയിൽ ഇവർക്കൊരു ഡിസോണർ സംഭവിച്ചേക്കാം ഇവർ ജീവനോടെ ഇരുന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇവരെ കില്ല് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്, അവരുടെ മർഡർ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ബിക്കോസ് അവരുടെ ഓണർ ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് എയർ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം എന്നൊരു തോട്ട് പ്രോസസ്സ് അവിടെ വന്നു. ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ലൈഫ് എടുത്താൽ കൂടെ ഇവരൊരു മാർട്ടിയറായി മാറുകയാണെന്നും ഇവരുടെ ഓണർ, ഇവരുടെ ഡിഗ്നിറ്റി, ആ രാജ്യത്തെ വുമണിൻ്റെ ഡിഗ്നിറ്റിയിലൂടെ ആ രാജ്യത്തെ തന്നെ ഡിഗ്നിറ്റിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള നോഷൻസ് വന്നതോടുകൂടി ഹിന്ദുസും സിഖ്സും ഒക്കെ അവരുടെ ഫാമിലിയിലുള്ള വിമണിനെ തന്നെ കില്ല് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫാമിലിയുടെ ഓണറും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ഓണറും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനൊരു ഇൻസിഡൻ്റാണ് മംഗൾ സിംഗിൻ്റെ ഇൻസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ വുമൺ ആൻഡ് ചിൽഡ്രൻ ഉൾപ്പെടെ 17 പേരെ കൊല്ലുന്നു. ആൻഡ് ഹി കോൾസ് ഇറ്റ് മാർട്ടിയർഡം ആൻഡ് നോട്ട് മർഡർ. ആ മരിച്ചവരെയൊക്കെ അദ്ദേഹം മാർട്ടിയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു സാക്രിഫൈസ് ആണ് ചെയ്തത്. ആ വുമണിൻ്റെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ജീവൻ എടുത്തായാലും അവരുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്തു. അത് കാരണം നമ്മുടെ രാജ്യത്തെ വുമണിൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റിയാണ്
എന്നുള്ള രീതിയിൽ അവരുടെ ജീവനെടുത്ത് ആ ഒരു ഡിഗ്നിറ്റി അവരെ മാർട്ടിയേഴ്സായിട്ട് പ്രൊക്ലെയിം ചെയ്ത് ആ ഒരു ഡിഗ്നിറ്റി എടുക്കാനുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ അന്ന് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു വേറൊരു എക്സാമ്പിളാണ്, ബാക്കി ആൾക്കാർ മർഡർ ചെയ്യുന്ന മാത്രമല്ല, ഈവൻ വുമൺ സ്വന്തമായിട്ട് പോലും സൂയിസൈഡ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൊസൈറ്റിയിലെ എക്സ്പെക്റ്റേഷൻ അങ്ങനെയായിരുന്നു, അവരുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ സൂയിസൈഡ് ചെയ്യുന്നു. അതൊരു മാർട്ടിയം, ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു സാക്രിഫൈസാണ്, ഒരു മാർട്ടിയർഡമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അത് കാരണം കുറേ വുമൺ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ പദ്മാവത് മൂവിയിൽ കാണാം. പദ്മാവത് മൂവിയിൽ ഈ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ വുമൺ വലിയൊരു ഫയറിനകത്തോട്ട് സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെയാണ് ഈ സതി ഇൻസിഡൻറ്റും. ബിക്കോസ് ഹസ്ബൻഡിൻ്റെ മരണത്തോടു കൂടി വുമണിൻ്റെ ഡിഗ്നിറ്റി അവരിനിയുള്ള ലൈഫിൽ ഡിഗ്നിറ്റി ആയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവരുടെ ഹസ്ബൻഡിനൊപ്പം അവരുടെ ജീവിതം തീർക്കുകയാണെന്നുള്ള രീതിയിലാണ് അവർ ഈ ക്രിമേഷ്യൽ ഫയറിലോട്ട് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ നടക്കുന്നത്. തോവ ഖാൽസ ഇൻസിഡൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് 6 വുമൺ ആണെങ്കിൽ ഒരു വെല്ലിലോട്ട് ചാടി, പലതരം സൂയിസൈഡ്സ് അന്ന് നടന്നിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഒരു വെല്ലിലോട്ട് ചാടി കുറേ വിമൺ സൂയിസൈഡ് ചെയ്യുകയാണ് എനിമീസിൻ്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം, ഒരു ഡിസ്ഗ്രേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിമീസിൻ്റെ കയ്യിൽ അവരെ കിട്ടിയാൽ ഒരു ഡിസ്ഗ്രേസ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് കാണിച്ചിട്ട് അവരെ നേരത്തെ സൂയിസൈഡ് ചെയ്യുകയോ അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ അവരെ കൊല്ലുകയോ ഒക്കെ ചെയ്യുകയാണ്. അതിന് ഒരുപാട് കുഞ്ഞു കുട്ടികളെയും വുമണും ഒരുപാട് പേരെ ഇതേപോലെ അന്ന് മാർട്ടിയേഴ്സായിട്ട് ഡിക്ലെയർ ചെയ്ത് അവർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർ തന്നെ സൂയിസൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, അപ്പം വെല്ലിലോട്ട് കുറേ പേര് ചാടി. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് ബസന്ത് കൗറാണ്. ബസന്ത് കൗർ ഒരു സർവൈവറാണ്. പക്ഷേ അന്നത്തെ ടൈമിൽ ഇതേപോലെ സാക്രിഫൈസ് ചെയ്യുന്നവരൊക്കെ വളരെയധികം ഗ്ലോറിഫൈഡ് ആയപ്പോൾ അന്ന് സൂയിസൈഡ് ചെയ്യാതെ സർവൈവ് ചെയ്ത ആൾക്കാരെയൊക്കെ ഷെയിം ചെയ്തിരിക്കുകയാണ്. ബട്ട് ബസന്ത് കൗർ അതിൻ്റെ ഒരു സർവൈവറാണ്. അതെങ്ങനെ സർവൈവ് ആയി എന്ന് വെച്ചാൽ, ഇവരും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വെല്ലിലോട്ട് ജമ്പ് ചെയ്തതാണ്. ബട്ട് ആ വെല്ല് ഡെഡായിട്ടുള്ള വിമൻ്റെ, നേരത്തെ സൂയിസൈഡ് ചെയ്ത വിമൻ്റെ ബോഡീസാൽ ഫില്ലായി കിടക്കുന്നത് കൊണ്ട് ഇവർ മരിക്കുന്നില്ല. അങ്ങനെയാണ് ഇവരൊരു സർവൈവർ ആവുന്നത്. അപ്പോൾ ഇവർ ആ ഒരു ഇൻസിഡൻറ്റ് ഇൻ്റർവ്യൂവിൽ നറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാർട്ടിയർഡം ഒരു ജെൻഡേർഡ് ഓണറിൻ്റെ സിമ്പിളായി മാറുന്നു. അതൊരു ഗ്ലോറിഫൈഡ് സാക്രിഫൈസ് ആയിട്ടൊക്കെ മാറുന്നതായിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബീർ ബഹാദൂർ സിംഗിനെ പറ്റിയിട്ടാണ്. ബീർ ബഹാദൂർ സിംഗ് ബസന്ത് കൗറിൻ്റെ മകനാണ്. അപ്പം ഇദ്ദേഹം വളരെ ഗിൽറ്റോട് കൂടിയാണ് അന്നത്തെ ഈ ഒരു സംഭവങ്ങളെ പറ്റിയും ആ ഒരു കമ്മ്യൂണിറ്റീനെ പറ്റിയും ഒക്കെ പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി അന്നത്തെ ടൈമിൽ ഇന്ത്യൻ ഗവൺമെൻറ് പോലും, ഈവൻ കമ്മ്യൂണിറ്റി അല്ല, ഇന്ത്യൻ ഗവൺമെൻറ് പോലും ഈ ഒരു സാക്രിഫൈസസിനെ ഇഗ്നോർ ചെയ്തു എന്നും ഇതിനൊരു തരം റെക്കഗ്നിഷനും ലഭിച്ചില്ല എന്നും, പാർട്ടീഷൻ്റെ ടൈമിൽ നടന്ന സൂയിസൈഡ്സിനും ഡിഗ്നിറ്റിക്ക് വേണ്ടി നടത്തിയ ഓണർ കില്ലിങ്സിനും ഒരു രീതിയിലുള്ള റെക്കഗ്നിഷൻ ലഭിച്ചില്ല എന്നുള്ളതാണ് ബീർ ബഹാദൂർ സിംഗ് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള മാൻ കൗറും ഇതേപോലെ ഒരു ഓണർ കില്ലിങ്ങിന് വിധേയമായിട്ടുള്ളത്. അവരുടെ അച്ഛൻ തന്നെയാണ് ഈ കുട്ടീനെ കൊല്ലുന്നത്. ആ കുട്ടി ഒരു മാർട്ടിറായി മാറി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദർ ജീവിതകാലം മുഴുവനും ഈ ഒരു ഗിൽറ്റിലാണ് ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ സിഖുകൾ ഒരുപാട് പേര് ഈ ഒരു പാർട്ടീഷൻ ടൈമിൽ ഒത്തിരി റയറ്റ്സ് ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഫൈറ്റ് ചെയ്യുകയും സഫർ ചെയ്യുകയും അവരുടെ ഫാമിലീസിനെ നഷ്ടപ്പെടുകയും ഓണർ കില്ലിങ്സ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഒരു രീതിയിലുള്ള റെക്കഗ്നിഷനോ അക്നോളജ്മെൻറ്റോ ലഭിച്ചില്ല. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതോടുകൂടി ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു കൺട്രി അവരുടെ വിമൻ്റെ ലൈഫ് കൊടുത്ത് പോലും പ്രൊട്ടക്റ്റ് ചെയ്ത ഓണർ ആരും അക്നോളജ് പോലും ചെയ്തില്ല. മേ ബി വാറിൻ്റെ ടൈമിലൊക്കെ മരിക്കുന്നവർക്ക് അതായത് മാർട്ടിയർഡം അക്നോളജ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഈ ഒരു പാർട്ടീഷൻ ടൈമിൽ ഒരുപാട് ട്രോമ ആൾക്കാർ അനുഭവിച്ചു. ഇത്തരം ഒരുപാട് ഓണർ കില്ലിങ്സ് നടന്നു. ബിക്കോസ് വുമൻ്റെ ഡിഗ്നിറ്റി ആ രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റി ആണെന്ന് വരുത്തി തീർത്തവർ അവരുടെ തന്നെ ഫാമിലിയിലെ വിമൻ്റെ ലൈഫ് എടുക്കുകയാണ് ചെയ്തത്. അവരെ മാർട്ടിയേഴ്സായിട്ട് പ്രൊക്ലെയിം ആക്കിയതാണ്. അപ്പം അതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാൻ തന്നെ പ്രേരിപ്പിക്കുകയാണ്. ബിക്കോസ് വുമൺ ഒരു ടൈം എന്നെങ്കിലും എനിമീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവർക്കൊരു ഡിസ്ഗ്രേസ് സംഭവിക്കും എന്നോർത്ത് അവരുടെ ലൈഫ് തന്നെ എടുക്കുകയാണ്. ഈ വുമണിന് പോലും വേറെ ചോയ്സ് ഇല്ല. അവർക്ക് അതിന് നിന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓണർ കില്ലിങ്സിന് അവർ വിധേയപ്പെടുകയാണ്. അവർ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുകയാണ്. ബിക്കോസ് അവർക്ക് അവരുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത്, നമുക്ക് നമ്മുടെ രാജ്യത്തെ വിമൻ്റെ ഡിഗ്നിറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റി ആണെന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. ബട്ട് നമ്മൾ ആ ആൾക്കാർ തന്നെ അവരെ ഓണർ കില്ലിങ്സിന് വിധേയമാക്കുമ്പോഴത്തേക്കിന് അതിനെ ഈ ഒരു പാർട്ടീഷൻ്റെ ടൈമിൽ
എങ്ങനെയാണ് ആൾക്കാർ കണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി തീംസ് പറയുമ്പോഴത്തേക്കിനും ജെൻഡേർഡ് നാഷണലിസം, ഓണർ ആൻഡ് ഷെയിം, കമ്മ്യൂണലിസം ആൻഡ് സ്റ്റേറ്റ് നറേറ്റീവ്, മാർട്ടിയർഡം ആൻഡ് സാക്രിഫൈസ്, സൈലൻസിങ് ഓഫ് വുമൻസ് വോയിസസ്, മെമ്മറി ഗിൽറ്റ് ആൻഡ് പോസ്റ്റ് പാർട്ടീഷൻ ട്രോമ, ഹ്യൂമനിറ്റേറിയസം വേഴ്സസ് പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ, ഡബിൾ വയലൻസ് ഓൺ വുമൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം സൈലൻസിങ് ഓഫ് വുമൻസ് വോയിസസ് നമ്മൾ പറഞ്ഞു, ഈ വുമൻ്റെ വോയിസസ് ആരും കേട്ടിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഫുള്ള് ഒരു മെയിൽ നറേറ്റീവാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.